ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇടുക്കിയിലെ 25 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൊണ്ടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇടുക്കി എന്നായിരിക്കും ഉത്തരം. അണക്കെട്ടുകളും മലനിരകളും തേയിലത്തോട്ടങ്ങളും തടാകങ്ങളുമൊക്കെയാണ് ഇടുക്കിയെ സഞ്ചാരികളുടെ പറുദീസയാക്കുന്നത്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ 2ാം സ്ഥാനമുള്ള ആർച്ച് ഡാമായി ഇടുക്കി അണക്കെട്ടും ഇടുക്കിയിലെ കൗതുകങ്ങളിൽ ചെറുതുമാണ്. ഹണിമൂൺ ആഘോഷിക്കുന്നവർക്കും സാഹസിക പ്രിയർക്കും ഉല്ലാസയാത്രയ്ക്ക് വരുന്നവർക്കുമൊക്കെ ഇടുക്കി ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. മൂന്നാറാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം. മൂന്നാർ കൂടാതെ വാഗമൺ, പീരുമേട്, രാമക്കൽമേട് തുടങ്ങിയ സ്ഥലങ്ങളും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇതുകൂടാതെ മറ്റ് പല സ്ഥലങ്ങളും ഇടുക്കിയിലുണ്ട്. ഇടുക്കിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടാം നമുക്ക്. ഫസ്റ്റ് വൺ, രാമക്കൽമേട്. ഇടുക്കിയിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ രാമക്കൽമേട്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുന്നിൻ പ്രദേശമാണിത്. ഇവിടെയുള്ള കുറുവൻ്റെയും കുറത്തിയുടെയും പ്രതിമകൾ സംഘകാലത്തിൻ്റെ ചരിത്രാവിഷ്കാരമാണ്. ശ്രീരാമൻ തൻ്റെ പത്നിയായ സീതാദേവിയെ തിരഞ്ഞ് ഈ കുന്നിലെത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. സെക്കൻഡ് വണ്ണാണ് കുറിഞ്ഞിമല സാങ്ച്വറി. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ വട്ടവട, കോട്ടകമ്പൂർ ഗ്രാമങ്ങളിലായി കുറിഞ്ഞിമല സാങ്ച്വറി വ്യാപിച്ചു കിടക്കുന്നു. അപൂർവ ഇനം സസ്യവന്യജാലങ്ങളുടെ അനവധി ശേഖരം ഇവിടെയുണ്ട്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന നീലക്കുറിഞ്ഞിയാണ് അവയിൽ ഏറെ പ്രമുഖ ഇനം. 32 ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിൽ വിശാലമായ ഒരു തോപ്പ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. തേർഡ് വൺ, ചെറുതോണി. ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതോണി ഡാം കേരളത്തിൻ്റെ പ്രസിദ്ധമായ ഡാമുകളിൽ ഒന്നാണ്. പെരിയാർ നദിയുടെ പ്രധാന പോഷക നദിയായ ചെറുതോണി പുഴയ്ക്ക് കുറുകെയാണ് ഈ ഡാം പണിതിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളായ കരിമ്പൻ, മഞ്ഞപ്പാറ, വാഴത്തോപ്പ്, തടിയമ്പാട്, മണിയറൻകുടി എന്നിവിടങ്ങളിലേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഡാമിൽ നിന്നാണ്. ഫോർത്ത് വണ്ണാണ് കുളമാവ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിൽ നിലകൊള്ളുന്ന കുളമാവ് ഇടുക്കിയിലെ പ്രസിദ്ധമായ കുന്നിൻ പ്രദേശമാണ്. ട്രക്കിങ്ങിനും അനുയോജ്യമാണ് ഈ സ്ഥലം. പാറക്കുന്നുകൾക്കിടയിൽ കിടക്കുന്ന ഈ ജലാശയത്തിൻ്റെ വിസ്തൃതി 33 ചതുരശ്ര കിലോമീറ്ററാണ്. ഇടുക്കി ജലാശയ പദ്ധതിയുമായി ബന്ധപ്പെട്ട 3 പ്രമുഖ ഡാമുകളിലൊന്നാണിത്. ഫിഫ്ത്ത് വണ്ണാണ് നെടുങ്കണ്ടം ഹിൽസ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് നെടുങ്കണ്ടം ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരത്തിൽ നിലകൊള്ളുന്ന ഈ ചെറുപട്ടണം മൂന്നാറിനും തട്ടേക്കാടിനും സാങ്ച്വറിക്ക് 3 കിലോമീറ്റർ അകലെയുമായി സ്ഥിതി ചെയ്യുന്നു. സുഗന്ധ വിളകളായ കാപ്പിക്കുരുവിൻ്റെയും ഏലക്കായുടെയും കുരുമുളകിൻ്റെയും നാടാണിത്. അടുത്തതാണ് പാൽക്കുളമേട്. സമുദ്രനിരപ്പിൽ നിന്ന് 3125 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഗിരിശൃംഗമാണ് പാൽക്കുളമേട്. ഇടുക്കിയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിപുരാതന കുന്നുകളും പച്ച പുതച്ച താഴ്വരകളും ഈ മേടിനെ സന്ദർശകരുടെ പ്രിയ ഭൂമിയാക്കുന്നു. ഏഴാമതായിട്ട് മൂന്നാർ. കേരളത്തിലെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ മൂന്നാർ. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിനെ ആദ്യ അനുഭവത്തിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോവും. പശ്ചിമഘട്ട നിരകളിലാണ് മൂന്നാറിൻ്റെ സ്ഥാനം. മധുരപ്പുഴ, നല്ലതന്നി, കണ്ടലി എന്നിങ്ങനെ 3 പുഴകളുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥലപ്പേര് മൂന്നാർ എന്ന പേര് വീണത്. നെക്സ്റ്റ് വണ്ണാണ് ആട്ടുകൽ. വെള്ളച്ചാട്ടം തന്നെയാണ് ആട്ടുകല്ലിലെയും പ്രധാന ആകർഷണം. മൂന്നാറിൽ നിന്ന് 9 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം. മൂന്നാറിനും പള്ളിവാസലിനും ഇടയിലാണ് ഈ വെള്ളച്ചാട്ടം. പള്ളിവാസലിലേക്കുള്ള പോകുന്ന ആട്ടുകൽ വെള്ളച്ചാട്ടം കാണാവുന്നതാണ്. നെക്സ്റ്റ് വൺ, പള്ളിവാസൽ. മൂന്നാർ നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറി ദേവികുളത്താണ് പള്ളിവാസൽ വെള്ളച്ചാട്ടമുള്ളത്. വെള്ളച്ചാട്ടം വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും അതിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. ദേവികുളത്തെ മറ്റൊരാകർഷണമാണ് സീതാദേവി തടാകത്തിനടുത്തായിട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇരവികുളം. പശ്ചിമഘട്ട മലനിരകളിൽ 97 ചതുരശ്ര കിലോമീറ്ററിലേറെ സ്ഥലത്ത് പരന്നു കിടക്കുന്നതാണ് ഈ ഉദ്യാനം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. വനം വന്യജീവി വകുപ്പിൻ്റെ കീഴിലാണ് ഈ സ്ഥലം. വരയാടുകളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിവർഗം.
നെക്സ്റ്റ് വൺ പോത്തൻമേട്. മൂന്നാറിലെത്തിയാൽ തീർച്ചയായും സഞ്ചരിച്ചിരിക്കേണ്ട സ്ഥലമാണ് ഇത്. മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണിത്. മൂന്നാർ ടൗണിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ഇവിടെയുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്നും മൂന്നാറിൻ്റെ വിദൂര ഭംഗി ആസ്വദിക്കാം. നെക്സ്റ്റ് വൺ ആനയിറങ്കൽ. മൂന്നാറിൽ നിന്നും 22 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഈ സ്ഥലത്തെത്താൻ. തേയിലത്തോട്ടങ്ങളും അണക്കെട്ടും തടാകവുമാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ. ആനയിറങ്ങൽ തടാകവും അണക്കെട്ടും കാണാൻ ഏറെ സഞ്ചാരികൾ എത്തുന്നുണ്ട്. തടാകത്തിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെയും ഇടയ്ക്കിടെ നമുക്ക് കാണാം. മൈലുകളോളം നീളുന്ന കാടുകളും തേയിലത്തോട്ടങ്ങളും ഇവിടെ കാണാം. ടാറ്റ ടീ പ്ലാന്റേഷനാണ് മറ്റൊരു ആകർഷണം. നെക്സ്റ്റ് വണ്ണാണ് രാജമല. മൂന്നാറിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് രാജമല. നീലഗിരി വരയാടുകളുടെ വാസസ്ഥലമാണിത്. ലോകത്തെ ആകെയുള്ള വരയാടുകളിൽ പകുതിയോളം ഉള്ളത് ഇരവികുളം രാജമല ഭാഗത്താണെന്നാണ് കണക്ക്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾ തന്നെയാണ് രാജമലയിലെ പ്രധാന ആകർഷണം. ഇവയെ കാണാനായി പ്രതിദിനം അനേകം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് എക്കോ പോയിന്റ്. മൂന്നാറിൽ നിന്നും 13 കിലോമീറ്റർ അകലെയാണ് എക്കോ പോയിന്റ്. യുവസഞ്ചാരികൾക്കിടയിൽ ഏറെ പ്രശസ്തമായ ഈ കേന്ദ്രം മനോഹരമായ തടാക തീരത്താണ് മൂന്നാറിൻ്റെ എക്കോ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ പ്രതിധ്വനികൾ വീണ്ടും വീണ്ടും കേൾക്കുക എന്നത് ആരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇവിടെ എത്തുന്ന ചെറുപ്പക്കാരുടെ പ്രധാന വിനോദവും ഇതുതന്നെയാണ്. നെക്സ്റ്റ് വണ്ണാണ് നാടുകാണി. മൂന്നാർ ടൗണിൽ നിന്നും 25 കിലോമീറ്റർ അകലെ ഒരു മലയുടെ മുകളിലാണ് ഈ സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്നും 3000-ഓളം അടി ഉയരത്തിലാണ് ഇതിൻ്റെ നിൽപ്പ്. ചുറ്റുപാടുമുള്ള മലനിരകളുടെയും കാടുകളുടെയും മേടുകളുടെയും എല്ലാം മനോഹരമായ കാഴ്ച ഇവിടെ നിന്നാൽ കാണാം. പക്ഷി നിരീക്ഷണത്തിൽ താല്പര്യമുള്ളവർക്ക് പറ്റിയ ലൊക്കേഷൻ ആണ് ഇത്. നെക്സ്റ്റ് ആണ് മീനൂളി. മൂന്നാറിന് വളരെ അടുത്തുള്ള ഒരു പ്രശസ്തമായൊരു സ്ഥലമാണ് ഇത്. ട്രക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് ഇത്. നിത്യഹരിത വനവും കൂറ്റൻ പാറയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഏതാണ്ട് 500 ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ് ഈ അസാധാരണ പാറ. ഇതിന് മുകളിൽ നിന്നാൽ ലോവർ പെരിയാറിൻ്റെയും പൂതത്താൻ കെട്ടിൻ്റെയും കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ദേവികുളം. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് ദേവികുളം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേവികുളം മൂന്നാറിൽ നിന്നും അടുത്താണ്. മനോഹരമായ പ്രകൃതിയും കാലാവസ്ഥയുമാണ് ഏതൊരു ഹിൽ സ്റ്റേഷനെയും പോലെ ദേവികുളത്തെയും പ്രത്യേകത. മാട്ടുപ്പെട്ടി. സമുദ്രനിരപ്പിൽ നിന്നും 1700 അടി ഉയരത്തിൽ കിടക്കുന്ന തടാകമാണ് ഇത്. നിബിഡ വനങ്ങളും പുൽമേടുകളുമെല്ലാമാണ് ഈ തടാകത്തിന് ചുറ്റുമുള്ള കാഴ്ച. വെറുതെ ഈ തടാകക്കരയിൽ നിൽക്കുന്നത് തന്നെ മനസ്സിനെ കുളിർപ്പിക്കും. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യമുള്ളവർ വിട്ടുകളയാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് മാട്ടുപ്പെട്ടി. നെക്സ്റ്റ് വണ്ണാണ് തൂവാനം. മറയൂരിൽ നിന്നും 10 കിലോമീറ്റർ മാറി ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. മനോഹരമായ കാഴ്ചയാണ് വെള്ളച്ചാട്ടത്തിൻ്റേത്. വെള്ളിപ്പാളികൾ പോലെ ഒലിച്ചു വീഴുന്ന വെള്ളവും ചുറ്റുമുള്ള പച്ചപ്പുമെല്ലാം കണ്ണിന് ആനന്ദം പകരുന്നതാണ്. ഫോട്ടോഗ്രാഫർമാർക്ക് മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. നെക്സ്റ്റ് വണ്ണാണ് വാഗമൺ. കേരളത്തിലെ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ കിടക്കുന്ന ഈ സ്ഥലം സംസ്ഥാനത്തെ ഒരു പ്രധാന ഹണിമൂൺ ലൊക്കേഷനാണ്. പരന്നു കിടക്കുന്ന പച്ച പുൽമേടുകൾ, നീലമയമുള്ള മലനിരകളും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന പുഴകളും വെള്ളച്ചാട്ടങ്ങളും ചില്ലുപോലെ നിശ്ചലമായി കിടക്കുന്ന തടാകങ്ങളുമെല്ലാം ചേർന്ന് വാഗമണ്ണിയെ സ്വർഗീയമാക്കുന്നു. നെക്സ്റ്റ് വണ്ണാണ് പീരുമേട്. ഇടുക്കി ജില്ലയിൽ മലയോര പട്ടണമാണ് പീരുമേട്. കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഏറെ പ്രധാനപ്പെട്ടൊരു ഹിൽ സ്റ്റേഷനാണ് ഇത്. മനോഹരമായ കാലാവസ്ഥയും പ്രകൃതിയുമാണ് പീരുമേടിൻ്റെ പ്രത്യേകത. തിരുവിതാംകൂർ രാജകുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സൂഫി വര്യൻ പീർ മുഹമ്മദിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണത്രേ പീരുമേടിന് ആ പേര് ലഭിച്ചത്. കോട്ടയം ജില്ലയിൽ നിന്നും 75 കിലോമീറ്ററാണ് പീരുമേട്ടിലേക്കുള്ള ദൂരം. ഇടുക്കിയിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം. നെക്സ്റ്റ് വണ്ണാണ് കുട്ടിക്കാനം. പീരുമേട്ടിലെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഈ കുട്ടിക്കാനം.
സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഇഷ്ട വേനൽക്കാല വിനോദ കേന്ദ്രമായിരുന്നു ഇത്. ഇവിടുത്തെ മനോഹരമായ കാലാവസ്ഥയും പ്രകൃതിയും ചേർന്ന് ഇപ്പോൾ ഇതിനെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഹണിമൂൺ ലൊക്കേഷനുകളിൽ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. ത്രിശങ്കു ഹിൽസ്. പീരുമേട്ടിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ത്രിശങ്കു കുന്നിലെത്താം. ഈ ഭാഗത്തു നിന്നുമുള്ള ചുറ്റുപാടിൻ്റെ കാഴ്ച മനോഹരമാണ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി പിക്നിക്കിനും മറ്റും പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. നല്ല കാറ്റും ചുറ്റുപാടുമുള്ള കുന്നുകളുമെല്ലാം ചേർന്ന് ഈ സ്ഥലത്തെ മനോഹരമാക്കുന്നുണ്ട്. ഇടുക്കി ആർച്ച് ഡാം. സ്വദേശികളും വിദേശികളുമായ ധാരാളം സന്ദർശകർ ദിവസവും ഇടുക്കിയിൽ വന്നു പോകുന്നു. വലിപ്പത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ആർച്ച് ഡാം. ഏഷ്യയിൽ ഒന്നാമത്തെയും. കുറുവൻമല, കുറത്തിമല എന്നീ 2 കുന്നുകൾക്കിടയിൽ പെരിയാർ നദിക്ക് കുറുകെയാണ് മനോഹരമായ രൂപകൽപ്പന ചെയ്താണ് ഈ ഡാം പണിതിരിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഹിൽ വ്യൂ പാർക്ക്. ഇടുക്കിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഹിൽ വ്യൂ പാർക്ക്. മനോഹരമായി സജ്ജീകരിച്ച ഈ ഉദ്യാനം 8 ഏക്കറുകളിലായാണ് പരന്നു കിടക്കുന്നത്. ഇതിൻ്റെ ചാരുതയ്ക്ക് മോടി കൂട്ടാൻ പ്രകൃതിദത്തമായ ഒരു തടാകവും ഇതിനകത്തുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പരിസ്ഥിതിയുടെ മനോഹരമായ പുറം കാഴ്ച ഇവിടെ നിന്ന് സന്ദർശകർക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്.